എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. 12 പേരുമായി പോയ ജാസ്കൺ 4 എന്ന് പറയുന്ന ബോട്ട് കടലിൽ മുങ്ങിയിട്ട് 3-ാം ദിവസമായിരിക്കുന്നു. ഇത് മുങ്ങിയ പ്രദേശം ഏതെന്ന് നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലാണ്. കൃത്യമായി പറയുവാണെങ്കിൽ നൈജീരിയ എന്നൊരു രാജ്യമുണ്ടല്ലോ, നൈജീരിയയിലെ എസ്ക്രാവോസ് കടൽ തീരത്ത് നിന്ന് 32 കിലോമീറ്റർ മാറി ഗൾഫ് ഓഫ് ഗുനിയയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് മുങ്ങുന്നതല്ലേ. ഇത് എന്തിനാണ് കടലിലേക്ക് ഒരു 32 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയെന്ന് നോക്കുവാണെങ്കിൽ 32 കിലോമീറ്റർ അപ്പുറത്ത് ഷെവറോൺ എന്ന് പറയുന്ന ഒരു ഓയിൽ ടാങ്കർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് എണ്ണ ഖനനം ചെയ്യുന്ന ഒരു ടാങ്കർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എണ്ണയൊക്കെ ഡിസ്റ്റിൽ ചെയ്യാനായിട്ട്, അത് ശുദ്ധീകരിക്കുന്ന പ്രോസസ്സുകൾക്ക്, ശുദ്ധീകരിക്കുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഈ ഒരു ബോട്ടിന്റെ ജോലി. ഞാൻ പറഞ്ഞല്ലോ 12 പേരായിരുന്നു അതിലുണ്ടായിരുന്നതല്ലേ. പക്ഷേ അത് മുങ്ങിയിട്ട് 3-ാം ദിവസമായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് 32 കിലോമീറ്റർ ഇത് മുങ്ങിയ പ്രദേശത്തെ കടലിന്റെ ആഴം എന്ന് പറയുന്നത് 100 അടിയാണ്. അതായത് 30 മീറ്റർ ആണ്. ആ ബോട്ട് പൂർണ്ണമായിട്ട് മുങ്ങി കടലിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. അതിൻ്റെ അകത്തായിരുന്നു 12 ആൾക്കാരും ഉണ്ടായിരുന്നത്. 3-ാം ദിവസം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വേറെ ഓക്സിജൻ സിലിണ്ടർ മെക്കാനിസമോ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മരിച്ചിട്ടുണ്ടാകുമല്ലേ. ഒരു 5 മിനിറ്റിൽ കൂടുതലൊന്നും ആർക്കും ഓക്സിജൻ ഇല്ലാത്ത ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 3-ാം ദിവസം ആ ഒരു ബോട്ടിൽ നിന്നുമുള്ള മൃതദേഹങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് സ്കൂബ ഡൈവേഴ്സ് അങ്ങോട്ട് പോവുകയാണ്. വളരെ പരിശീലനം ലഭിച്ച, അതായത് 100 അടിയോളം ആഴത്തിൽ പോയി സ്കൂബ ഡൈവിങ് ചെയ്തത് കളക്ട് ചെയ്യാൻ അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നിക്കോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ ഇവർ ആ ഒരു ബോട്ടിന്റെ ക്യാബിനൊക്കെ ഒരു വിധത്തിൽ തള്ളി തുറന്നു. എല്ലാം ബ്ലോക്ക്ഡ് ആയിരുന്നു. അതൊക്കെ പൊട്ടിച്ചകത്ത് കടന്നപ്പോൾ ഇവർക്ക് കാണാൻ സാധിച്ചത് അതിന്റെ ഹാൾവേയിലൂടെ, ആ ബോട്ടിന്റെ ഹാളിലൂടെ 4 മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നതായിരുന്നു. അങ്ങനെ മൃതദേഹങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇവർ സഞ്ചരിക്കുകയാണ്, ആ ബോട്ടിന്റെ അകത്തോട് സഞ്ചരിക്കുകയാണ്. ഇവർ മുകളിലുള്ള മദർഷിപ്പുമായിട്ട് വയർലെസ്ലി കണക്റ്റഡ് ആണ്. അപ്പോഴാണ് ഇതിന്റെ ലീഡർ ആയിട്ടുള്ള നിക്കോ ഉണ്ടല്ലോ, നിക്കോയുടെ അടുത്തേക്ക് ഒരു മൃതദേഹം ഒഴുകി വരികയാണ്. അദ്ദേഹം ചിന്തിച്ചെന്താണ്, മൃതദേഹമാണ്, അപ്പോൾ ഒരു കൗണ്ട് കൂടെ കിട്ടി എന്ന് മുകളിലുള്ള മദർഷിപ്പിലേക്ക് അറിയിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ആ മൃതദേഹം 3-ാമത്തെ ദിവസമാണെന്ന് ഓർക്കണം, അവർ കയറിയപ്പോൾ കണ്ട 4 മൃതദേഹങ്ങൾ അഴുകി ഒരു പരുവമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒഴുകി വന്ന മൃതദേഹം ഈ നിക്കോയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അങ്ങനെ കയ്യിൽ ഞെക്കിയാണ്. പെട്ടെന്ന് ആരാണെങ്കിലും ഒന്ന് പേടിച്ചു പോകത്തില്ല. അതായത് ഡെഡ് ബോഡി നമ്മൾ വിചാരിച്ച ഒന്നിനെ നമ്മുടെ കയ്യിലേക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് തന്നെയായിരുന്നു പ്രൊഫഷണൽ സ്കൂബ ഡൈവറായിട്ടുള്ള, റെസ്ക്യൂ സ്കൂബ ഡൈവറായിട്ടുള്ള നിക്കോയുടെ അവസ്ഥയും. അപ്പോൾ ഇത് ക്യാമറയിലൂടെ മുകളിൽ മദർഷിപ്പിലുള്ള ആ ഒരു കൺട്രോളർ, ആ ഒരു സൂപ്പർവൈസർ കാണുന്നുണ്ട്. പെട്ടെന്ന് പുള്ളി അലറുകയാണ്, ഹീസ് അലൈവ് എന്ന്. 2.5 ദിവസം കടലിന്റെ അടിയിൽ ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഓക്സിജൻ സിലിണ്ടർ സപ്പോർട്ടും ഇല്ലാതെ, ഇപ്പോൾ നമ്മൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ പോകുമ്പോഴേക്കും നമ്മുടെ തോളിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്യും അല്ലേ. പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ സംവിധാനവും ഇല്ലാതെ ഈ മനുഷ്യൻ കടലിന്റെ അടിയിൽ ആ ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് 2.5 ദിവസമായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് ഹാരിസൺ ഒക്കേനി. എങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ കഴിയാൻ സാധിച്ചത്? അപ്പോൾ എന്താണ് ഈ ബോട്ടിന് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു റെസ്ക്യൂ ഓപ്പറേഷൻ? എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. വർഷം 2013 മെയ് 26-ാം തീയതി സൗത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക് ഓഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ലൊക്കേഷനാണ്. അതായത് നൈജീരിയയിലെ എസ്ക്രാവോസ് കടൽ തീരത്ത് നിന്ന് 32 കിലോമീറ്റർ മാറി ഗൾഫ് ഓഫ് ഗുനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അങ്ങോട്ട് 3 കപ്പലുകൾ എന്ന് പറയാൻ പറ്റത്തില്ല, ബോട്ടുകൾ എന്ന് പറയാം. 3 ബോട്ടുകൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നായിരുന്നു ഈ ജാസ്കൺ 4 എന്ന് പറയുന്ന ഒരു ബോട്ട്. അതിൻ്റെ അകത്ത് 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ സ്ഥിതി ചെയ്യുന്ന, അതായത് 32 കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഓയിൽ ടാങ്കർ ആയിട്ടുള്ള ഷെവറോണിൽ നിന്നും അവിടുന്ന് കളക്ട് ചെയ്ത ഓയിൽ ഡിസ്റ്റിൽ ചെയ്യുക, അത് ട്രാൻസ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ജോലികളൊക്കെ ആയിരുന്നു ഈ ചെറിയ ബോട്ടുകൾക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വെളുപ്പിലെ ഒരു 4:30 ആയപ്പോഴേക്കും ഇവര് കുറ്റാക്കൂരി ഇരുട്ടത്താണ്, പുറത്ത് വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവർ യാത്ര തിരിച്ചപ്പോഴേക്കും കാലാവസ്ഥയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തസുന്ദരമായിട്ടുള്ള കാലാവസ്ഥയാണ്. മാത്രമല്ല ഇത് അവർ വർഷങ്ങളായിട്ട് ചെയ്യുന്ന അവരുടെ ജോലിയാണല്ലേ, അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് അസ്വാഭാവികതയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാലാവസ്ഥയല്ലേ, ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതും കടലാണല്ലേ, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാൻ പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ തിരമാലകളൊക്കെ ആർത്തുലച്ച് വീശാൻ തുടങ്ങിയാണ്. നല്ല ഉയരത്തിൽ തിരമാലകൾ അവിടെ അടിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ ആ ഒരു വലിയ തിരമാല ഈ ജാസ്കൺ 4 എന്ന് പറയുന്ന ബോട്ടിനെ തലകീഴായി മറിക്കുകയാണ്. അപ്പോൾ അത്രയും ശേഷിയുള്ള ഒരു തിരമാലയായിരുന്നു അടിച്ചത് എന്ന് വേണം നമുക്ക് ഓർക്കാൻ. ഒരു ബോട്ടിന്റെ ഭാരമൊക്കെ നമുക്ക് ഉദ്ദേശിക്കാമല്ലോ. വലിയ തിരമാലകളിൽ പോലും അത് മറിയാതിരിക്കാനുള്ള മെക്കാനിസത്തിലായിരിക്കും അത് ഉണ്ടാക്കുന്നതല്ലേ. എങ്കിൽ പോലും അതിനെ മറിച്ചിടാൻ ശേഷിയുള്ള ഒരു തിരമാലയായിരുന്നു അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജാസ്കൺ 4 എന്ന ബോട്ട് മുങ്ങാൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ടൈറ്റാനിക് സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു ബോട്ടോ കപ്പലോ ഒക്കെ മുങ്ങുമ്പോഴേക്കും അത് ഒറ്റയടിക്ക് ബ്ലൂം എന്നും പറഞ്ഞ് വെള്ളത്തിലേക്ക് പോവുകയല്ല, പതുക്കെ വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ്. ഇത് സംഭവം തുടങ്ങുന്ന ഏകദേശം 4:30 കൂടിയിട്ടാണ്. 4:30 എന്ന് പറയുന്നത് എല്ലാവരും
നല്ല ഉറക്കത്തിൽ ഉള്ളൊരു സമയമാണല്ലേ. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കൊക്കെ ഉള്ളൊരു ശീലമാണ്, നമ്മൾ രാത്രി കിടക്കും, ഒരു വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകണം തോന്നും അല്ലേ. അങ്ങനെ ഹാരിസൺ ഒക്കേനി എന്ന് പറയുന്ന മനുഷ്യനും അതുപോലെ തന്നെ തോന്നുകയാണ്. ഒരു 4 മണി, ഒരു 4:30 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയാണ്. ഈ ഒരു അദ്ദേഹത്തിന്റെ ക്യാബിനിലുള്ള ടോയ്ലറ്റ് അദ്ദേഹം യൂസ് ചെയ്യാണ്. ഒരു പക്ഷേ ആ ടോയ്ലറ്റിൽ പോകാൻ തോന്നിയത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിന് കിട്ടിയത്. തിരിച്ച് ഇത്രയും സ്ട്രഗിൾ ചെയ്തെങ്കിലും ആ ടോയ്ലറ്റിൽ പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹവും മരണപ്പെട്ടേനെ. എന്തായാലും ഇത് അദ്ദേഹം ടോയ്ലറ്റിൽ പോയി അവിടെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അദ്ദേഹത്തിന് ആ ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ബോട്ട് മറിയാൻ പോവുകയാണ്. മാത്രമല്ല ആ ബാത്റൂമിന്റെ അകത്തേക്ക് പതുക്കെ വെള്ളം ഇരച്ച് കയറുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം ഇങ്ങോട്ട് കയറുമ്പോഴേക്കും നമുക്ക് ഡോർ തുറക്കാൻ പറ്റില്ല, കാരണം വാട്ടർ പ്രഷർ അത്രത്തോളമാണല്ലേ. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പണ്ട് ഞാൻ കൊച്ചിലെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്, സർവൈവലാണ്, മറ്റാരുടെയും അല്ല, നമ്മുടെ ബിയർ ഗിൽസിന്റെ ആണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വാട്ടർ പ്രഷറിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നതായിരിക്കും. അതായത് നമ്മളൊരു കാർ ഓടിച്ചുകൊണ്ട് ഇരിക്കുന്ന വഴിക്ക് അത് വെള്ളത്തിലേക്ക് പോവുകയാണ്, ഒരു കായലിലേക്ക് വീഴുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം തന്നെ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുക. മറിച്ച് പലരും ചെയ്യുന്നത് പേടിച്ചിങ്ങനെ ഇരിക്കും, കാർ ഉടനെ മുങ്ങത്തുമില്ല, പതുക്കെ മുങ്ങത്തുള്ളൂ അല്ലേ. പക്ഷേ കാറിന്റെ വീലിന്റെ മുകളിൽ അല്ലെങ്കിൽ ഡോറിന്റെ കുറച്ച് ഒന്ന് വെള്ളം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡോറ് തുറക്കാൻ സാധിക്കില്ല, കാരണം പുറത്തെ പ്രഷർ മൂലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ബിയർ ഗിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അങ്ങനെ കാറ് വെള്ളത്തിലേക്ക് മുങ്ങി തുടങ്ങുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഡോറ് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സീറ്റ് ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സാധനം ഊരിയിട്ട് അത് വെച്ച് ചില്ല് പൊട്ടിച്ച് വെള്ളം കയറ്റുക. അപ്പോൾ വെള്ളം അകത്ത് കംപ്ലീറ്റ് ആയിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ ഇക്വലൈസ് ആകും, പിന്നെ ഡോറ് തുറക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അകത്ത് വെള്ളമില്ല പുറത്ത് വെള്ളമുണ്ട് എങ്കിൽ നമുക്ക് ആ ഡോറ് തുറക്കാൻ സാധിക്കില്ല. വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് അത്രത്തോളം ശക്തമാണല്ലേ. ഇത് തന്നെയായിരുന്നു ഹാരിസൺ ഒക്കേനി അവിടെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. വെള്ളം കയറി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടും അദ്ദേഹം തന്റെ സർവ്വശക്തിയും എടുത്തതുകൊണ്ടും അദ്ദേഹത്തിന് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റിയാണ്. മെയിൻ ഡോർ, അദ്ദേഹത്തിന്റെ ക്യാബിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് 2 പേര് വെള്ളത്തിനൊപ്പം പോകുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നിയേക്കാവുന്ന ഒരു സംശയം, ഒരു ബോട്ട് മുങ്ങാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അപ്പൊ തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയല്ലേ. ലൈഫ് ജാക്കറ്റും മറ്റേ ലൈഫ് ബോയ്സും ഒക്കെ അവിടെ ഉണ്ടാകും. മറ്റേ ഒരു മഞ്ഞ സാധനയിൽ, ഓറഞ്ച് കളറുള്ള സാധനയിൽ ഇങ്ങനെ വട്ടത്തിലൊക്കെ ഉള്ളത്, അതൊക്കെ എടുത്ത് എല്ലാവരും ചാടി രക്ഷപ്പെടുകയല്ലേ സാധാരണഗതി ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് ചെയ്താൽ പോരെന്നല്ലേ. പക്ഷെ ഇവിടെയാണ് ഒരു പ്രശ്നം പറ്റിയത്. ഇതെന്ന് പറയുന്നത് കടൽ കൊള്ളക്കാരുടെ ആക്രമണം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ്. ഇവർ കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം, ക്രൂഡ് ഓയിലൊക്കെയാണ്, നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ പതിവായതുകൊണ്ട് തന്നെ ഇവരെല്ലാം കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ക്യാബിൻ ഭദ്രമായിട്ട് ലോക്ക് ചെയ്യും. അത് പുറത്തു നിന്നും പെട്ടെന്ന് ഒരാൾക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അകത്തുനിന്ന് അവർക്ക് തുറക്കാം, പക്ഷേ ഇവരെ വാട്ടർ പ്രഷർ അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ കഷ്ടിച്ച് തുറന്ന, അതായത് വെള്ളം കയറുന്നതിന് മുമ്പ് തുറന്ന 2 പേരാണ് ഒഴുകി പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹാരിസനെ പറ്റി പറയുവാണെങ്കിൽ, ഹാരിസൺ ഈ സമയം കൊണ്ട് മെയിൻ ക്യാബിൻ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബോട്ട് പതുക്കെ മുങ്ങത്തുള്ളൂ. ഏത് ബോട്ടാണെങ്കിലും കപ്പലാണെങ്കിലും അത് പതുക്കെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് വാട്ടർ പ്രഷർ കൂടി വരികയാണ്. അദ്ദേഹം ഒരു രീതിയിൽ ഇത് ഓപ്പൺ ചെയ്തതും തന്നെ ഇത് പെട്ടെന്ന് മറിയുകയാണ്. അപ്പോൾ ആ ഒരു ഫോഴ്സിൽ ഇദ്ദേഹത്തെ ആ ഒരു വെള്ളം അടിച്ചുകൊണ്ട് അപ്പുറത്തുള്ള ഒരു ഓഫീസറിന്റെ ടോയ്ലറ്റിലേക്ക് കയറ്റുകയാണ്. അത്രയും ഫോഴ്സിലാണ് വെള്ളം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ ക്യാബിനിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു. 2 പേര് ഒഴുകിപ്പോയി, ബാക്കിയുള്ളവരെല്ലാം തന്നെ, അതായത് 9 പേര് ആ ക്യാബിനിൽ കിടന്ന് ശ്വാസം മുട്ടി വെള്ളത്തിൽ ശ്വാസം പിടഞ്ഞു മരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ശക്തിയായി കുതിച്ചു കയറിയ വെള്ളം ഹാരിസനെ അപ്പുറത്തെ ഒരു ടോയ്ലറ്റിലേക്കാണ് തള്ളിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ ബോട്ട് കടലിന്റെ അടിയിലേക്ക് പൂർണ്ണമായിട്ടും പോവുകയാണ്. കടലിന്റെ അടിത്തട്ടിൽ എത്താൻ വലിയ സമയമൊന്നുമില്ല. പൂർണ്ണമായിട്ടും മുങ്ങിക്കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആകെപ്പാടെ ഉള്ളത് 30 മീറ്റർ ആഴം മാത്രമാണല്ലേ. അപ്പോൾ അത് കടലിന്റെ അടിയിലേക്ക് പോകാൻ തുടങ്ങിയാണ്. പക്ഷെ ഹാരിസൺ നിൽക്കുന്ന ടോയ്ലറ്റ് ഉണ്ടല്ലോ, ഇവിടെ അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യം ഉണ്ടാവുകയാണ്. അവിടെ ചെറിയൊരു എയർ പോക്കറ്റ് ഉണ്ടാവുകയാണ്. എന്താണ് എയർ പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുളത്തിൽ നീന്തൽ പഠിക്കാനായിട്ട് കുടം കമിഴ്ത്തി വെച്ച് നീന്താറുണ്ടല്ലേ. കുടം കമിഴ്ത്തി വെച്ച് നീന്തുമ്പോഴേക്കും അതിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം കയറില്ല, കാരണം അവിടെ എയർ ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ അകത്ത് വെള്ളം കയറില്ല. അല്ലെങ്കിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് എടുത്തൊരു വെള്ളത്തിലേക്ക് മുക്കി പിടിക്കുക, കമഴ്ത്തുക. അപ്പോൾ കുറച്ച് വെള്ളം കയറും, ബാക്കിയുള്ള സ്പേസിൽ കംപ്ലീറ്റ് വേക്കൻ്റ് ആയിരിക്കും അല്ലേ. പൂർണ്ണമായിട്ട് മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഒരു ചെറിയ എയർ ഗ്യാപ്പ് കാണും അല്ലേ. ഇതിനെയാണ് എയർ പോക്കറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു എയർ പോക്കറ്റിൻ്റെ അങ്ങോട്ടായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു സ്പേസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കഷ്ടിച്ച് തല മാത്രം ഉള്ളൂ, ബാക്കിയുള്ള കഴുത്തറ്റം വരെ വെള്ളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ഓക്സിജൻ മാത്രമേ അതിന് ചുറ്റും ഉണ്ടാകത്തുമുള്ളൂ. ഈ ഒരു ബോട്ട് മുങ്ങി ആ ഒരു നിമിഷം തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 ബോട്ടുകൾ രക്ഷാപ്രവർത്തകരെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൺട്രോൾ യൂണിറ്റിൽ വിളിച്ചറിയിക്കുകയാണ്, ഇങ്ങനെ ബോട്ട് മുങ്ങി, പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം വേണമെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം നമുക്ക് ഉടനടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പരിധിയുണ്ട്, കാരണം കടലിന്റെ അടിത്തട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു 100 ഫീറ്റ് അടിത്തട്ടിലേക്ക് പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് വേണം. നമ്മുടെ റിക്രിയേഷൻ സ്കൂബ ഡൈവേഴ്സിനെ കൊണ്ട് സാധിക്കില്ല അത്രയും ആഴത്തിലേക്ക് പോയിട്ടൊരു ബോട്ടിന്റെ അകത്തേക്ക് കയറി രക്ഷാപ്രവർത്തനം നടത്താനല്ലേ. മാത്രമല്ല, എന്തൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ബോട്ട് മുങ്ങി ഒരു 10 മിനിറ്റെങ്കിലും എടുക്കത്തില്ലേ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്.
ഒരാൾക്ക് വെള്ളത്തിനടിയിൽ ശ്വാസമില്ലാതെ 10 മിനിറ്റ് കഴിയാൻ സാധിക്കുമോ? ഇല്ല. ഈ ഒരു കണക്കൂട്ടലുകൾ കൊണ്ട് തന്നെ വന്ന ഹെലികോപ്റ്റേഴ്സും മറ്റ് ബോട്ടുകളൊക്കെ തിരഞ്ഞത് പുറത്ത് ആരെങ്കിലും ഒഴുകി നടപ്പുണ്ടോ. അതായത് ഒരു ബോട്ട് മുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ചാടും. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക പുറത്ത് ആരെങ്കിലും ഒഴുകി നടപ്പുണ്ടോ ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ ആയിട്ട് അവരെ രക്ഷിക്കാനാണ്. കാരണം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താഴത്തുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ സമയത്തെല്ലാം തന്നെ ഹാരിസൺ ഒക്കെയിനി കടലിന്റെ അടിത്തട്ടിൽ കമഴ്ന്നു കിടക്കുന്ന ബോട്ടിന്റെ അകത്ത് ജീവനോടെ ഉണ്ട് എന്നൊരു വിവരം അവർക്ക് അറിയത്തില്ലല്ലേ. അങ്ങനെ എന്തായാലും ഹാരിസൺ ഒക്കെയിനി ആ ഒരു ചെറിയ എയർ പോക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം, അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ഈ ഒരു എയർ പോക്കറ്റിലെ ഓക്സിജൻ കൊണ്ട് അധികം നേരം ഒന്നും നിലനിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം റിസ്ക് എടുത്ത് മറ്റൊരു എയർ പോക്കറ്റിന് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ മറ്റൊരു എയർ പോക്കറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലോ, തിരിച്ച് ഈ ഒരു എയർ പോക്കറ്റിലേക്ക്, അതായത് മറ്റൊരു എയർ പോക്കറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, തിരിച്ച് ഈ ഒരു എയർ പോക്കറ്റിലേക്ക് ഒറ്റ ശ്വാസത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിലോ മരണം സുനിശ്ചിതമാണല്ലേ. പക്ഷെ അദ്ദേഹത്തിന് റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. പേടിച്ചു നിന്നിട്ട് കാര്യമില്ല. അദ്ദേഹം ആ ഒരു വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴി ഇടുകയാണ്. വെള്ളത്തിലേക്ക് ഊളിയിട്ട് ആ ഒരു ക്യാബിൻ മൊത്തം തിരയുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യം തുണയുണ്ടായിരുന്നു. മറ്റൊരു കുറച്ചുകൂടെ വലിയ എയർ പോക്കറ്റ് ലഭിക്കുകയാണ്. അങ്ങനെ ആ ഒരു എയർ പോക്കറ്റിൽ അദ്ദേഹം നിലയുറപ്പിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത് ആ ഒരു 100 ഫീറ്റ് ആഴമെന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം സൂര്യപ്രകാശം എത്തേണ്ട പ്രദേശമാണെങ്കിൽ കൂടിയിട്ട് ഈ ഒരു ബോട്ട് കമഴ്ന്നാണ് കിടക്കുന്നത്. ഒട്ടും തന്നെ സൂര്യപ്രകാശം ഇല്ല. അതായത് കുറ്റാക്കൂരി ഇരുട്ടത്താണ് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളാണ് ആ ഒരു അവസ്ഥയിലുള്ളതെങ്കിൽ അപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കും. അത് വേറെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണല്ലേ. ഞാനൊക്കെ ആണെങ്കിൽ ഓൺ ദ സ്പോട്ട് തീരും. അപ്പോൾ എന്തായാലും പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് പേടിയില്ലായിരുന്നു. അദ്ദേഹം കടലിൽ ജീവിച്ച വ്യക്തിയാണ്. അത്രത്തോളം റിസ്ക് എടുത്ത യാത്രകളും കടലിനെ അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇരുട്ടത്ത് പോലുമാണ് ഈ ഒരു എയർ പോക്കറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു എയർ പോക്കറ്റിൽ അദ്ദേഹം നിലയുറപ്പിക്കുകയാണ്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ ഇരുട്ടിന്റെ പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 അടി താഴ്ചയിൽ സൗത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക് ഓഷനിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, താപനില എന്ന് പറയുന്നത് അതിശൈത്യമാണ്. അത്രത്തോളം തണുത്തുറഞ്ഞ ഒരു ആഴമാണ് ഈ ഒരു 100 അടി എന്നുള്ളത്. ശരീരത്തെ അപ്പാടെ മരവിപ്പിച്ച് കളയുന്ന ഒരു തണുപ്പാണ്. അദ്ദേഹത്തിന്റെ കഴുത്തറ്റം മാത്രമാണ് വെള്ളത്തിന്റെ മുകളിലുള്ളത്. ബാക്കിയെല്ലാം ആ തണുത്തുറഞ്ഞ വെള്ളത്തിലാണെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ടൈറ്റാനിക് സിനിമ കണ്ടവർക്ക് അറിയാം, ആ ടൈറ്റാനിക്കിൽ നിന്ന് ലൈഫ് ജാക്കറ്റുമായിട്ട് കടലിലേക്ക് ചാടിയ പലരും തണുത്തുറഞ്ഞാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഓക്സിജന്റെ പ്രശ്നം മാത്രമല്ല, ഈ തണുപ്പും കൂടെ വില്ലനായിട്ട് വരും. ഹൈപ്പോതെർമി എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ചൂടിനേക്കാൾ കുറവ് ചൂടാണ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ മരണത്തിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ തണുത്തുറഞ്ഞ പ്രദേശത്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ചൂട് നഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി കൂടുതൽ ചൂട് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത്, അതായത് ഓക്സിജന്റെ പ്രശ്നം വരും, ഇരുട്ടിന്റെ പ്രശ്നം വരും, തണുപ്പിന്റെ പ്രശ്നം വരും, ഭക്ഷണവും വെള്ളവും ഇല്ല, ചുറ്റും ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഹാരിസൺ ഒക്കെ ഇനി കുറച്ചൊക്കെ ഉപ്പുവെള്ളം കുടിക്കുകയാണ്. കൂടുതൽ ഉപ്പുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും എന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ നിർവാഹമില്ലാതെ കുറച്ച് ഉപ്പുവെള്ളം വരെ അദ്ദേഹം കുടിക്കുന്ന അവസ്ഥ വരികയാണ്. നിലവിൽ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെള്ളത്തിന്റെ കൊടും തണുപ്പാണല്ലേ. അധികം വൈകാതെ അദ്ദേഹം ഈ തണുപ്പ് ഏൽക്കുവാണെങ്കിൽ മരിച്ചു പോകും. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു വെള്ളത്തിലേക്ക് മുങ്ങിയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന 2-3 ബെഡുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളിൽ ചെറുതായിട്ട് ലോക്ക് ചെയ്തൊക്കെ വയ്ക്കുകയാണ്. ചെറിയൊരു റൂഫ് കണക്ഷൻ ഉണ്ടല്ലോ, ഭിത്തി എന്നൊക്കെ എന്തോ പൊളിച്ചിട്ടൊക്കെ ആയിരുന്നു ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. എന്തായാലും അദ്ദേഹം വെള്ളത്തിന്റെ മുകളിൽ ഈ ഒരു സംഭവം, ഈ ഒരു ബെഡ് വെച്ചിട്ട് കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഭിത്തി എന്ന് പൊളിച്ചെടുത്ത് പാളുകളൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതേ കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയാണ്. ഒരു മനുഷ്യന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ആ ഒരു അവസ്ഥയിൽ മരണത്തെ മുന്നിൽ കണ്ടു ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള മരണമായിരിക്കും അവിടെ കിടന്ന് ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നതല്ലേ. കാരണം ഓക്സിജനും ഇല്ല, കുറ്റാക്കൂരിട്ട് പതുക്കെ ഓക്സിജൻ കുറഞ്ഞു വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു. അങ്ങനെ അതുകൊണ്ട് എല്ലാം കൊണ്ടും വലിയൊരു ദാരുണമായിട്ടുള്ള മരണമാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥയിലും അദ്ദേഹം പ്രതീക്ഷ കൈവിടാതെ ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു തണുപ്പ് കൊടുന്തണുപ്പ് അവിടെ ഉണ്ട്, എന്നാലും വെള്ളവുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഒരു പരിധി വരെ ഒഴിവാക്കിയിട്ട് ഇതിന്റെ മുകളിൽ കയറിയിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണ്. ഈ അവസരങ്ങളിലെല്ലാം തന്നെ ഹാരിസൺ ഒക്കെ എനിക്ക് നമ്മൾ ഏതൊരു മനുഷ്യനെ പോലെയും കുടുംബത്തെ പറ്റിയിട്ടുള്ള ചിന്തകൾ വളരെ വ്യാപകമായിട്ട് മനസ്സിലേക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയാണ്. കാരണം താനിനി മരിച്ചു പോകുമോ, തനിക്കിനി തന്റെ കുടുംബത്തെ കാണാൻ പറ്റാതിരിക്കുമോ എന്നൊക്കെയുള്ളതായിരിക്കും എല്ലാ മനുഷ്യരെയും ബുദ്ധിമുട്ടിക്കുന്നതല്ലേ. ഹാരിസൺ ഒക്കെ ഇനി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഞാൻ കൂടുതൽ സമയം അതിന്റെ അടിയിലിരുന്ന് ചെയ്തത് കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അതായത് താൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്, കർത്താവെ എന്നെ ഇവിടുന്ന് രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും കടലിലേക്ക് വരില്ല, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എൻ്റെ കുടുംബം എന്നെ കാത്തിരിക്കുകയാണ്, അവർക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. 2 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ 2 ദിവസമായിട്ട് ഹാരിസൺ ഒക്കെ ഇനി കടലിനടിയിൽ തന്നെ ആ ഒരു ചെറിയ എയർ പോക്കറ്റിലാണ്.
അതിന് ഏകദേശം 4 അടിയാണ് എയർ പോക്കറ്റിനുള്ളത്. അതായത് ഒരാൾക്ക് 2.5 ദിവസത്തോളം അതിൻ്റെ അകത്ത് കഴിയാൻ പറ്റും. മാത്രമല്ല ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്, തിരിച്ച് പുറത്തേക്ക് പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. അപ്പോൾ 5% കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് അപകടമുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ആ ഒരു വെള്ളം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തത് കൊണ്ടും ഹാരിസൺ ഒക്കേനി ഇടയ്ക്ക് വെള്ളത്തിൽ തട്ടുന്നതൊക്കെ കൊണ്ട് കൂടുതൽ അബ്സോർപ്ഷൻ അവിടെ സാധ്യമായി. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഈ ഒരു കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചില്ല. പക്ഷേ ഓക്സിജൻ തീരും എന്നുള്ള പ്രശ്നം കൂടെ അവിടെയുണ്ട്. എന്തായാലും 3ാമത്തെ ദിവസം ജാസ്കൺ 4ന്റെ പേരന്റ് കമ്പനി ആയിട്ടുള്ള വെസ്റ്റ് ആഫ്രിക്കൻ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനി DCN ഗ്ലോബൽ എന്ന് പറയുന്ന വളരെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്കൂബ ഡൈവിംഗ് ചെയ്ത് റെസ്ക്യൂ ചെയ്യുന്ന ടീമിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ ദിവസമാണ് അവർ ഇവിടേക്ക് എത്തുന്നത്. നിക്കോ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഡൈവറിന്റെ നേതൃത്വത്തിലുള്ള ഒരു 6 അംഗ സംഘമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ലൂവക് ടൗക്കാൻ എന്ന് പറയുന്ന ഒരു കപ്പലിലായിരുന്നു ഈ ഒരു റെസ്ക്യൂ സംഘം അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 അംഗ ഡൈവേഴ്സ് സംഘമാണ് കടലിന്റെ അടിയിലേക്ക് പോകുന്നത്. ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂവക് ടൗക്കാനിൽ ഒരു സൂപ്പർവൈസർ ഉണ്ട്, കോൾബി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഈ സൂപ്പർവൈസർ എല്ലാ ഡൈവേഴ്സുമായിട്ട് വയർലെസ്ലി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ സാധാരണ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത് നമ്മൾ വായിൽ മറ്റേ സാധനം കടിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അങ്ങനെയല്ലായിരുന്നു ഇത്. മറ്റൊരു ഹെൽമെറ്റ് പോലത്തെ ഒരു സിസ്റ്റം ഇട്ടുകൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ റെസ്ക്യൂ സ്കൂബ ഡൈവിംഗർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 ഡൈവേഴ്സുമായിട്ട് മുകളിലിരിക്കുന്ന കോൾബിക്ക് വയർലെസ്ലി സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ എന്തായാലും കടലിനടിയിലേക്ക്, അതായത് 100 അടി ആഴത്തിലേക്ക് ഇവർ ഊളിയിട്ട് പോവുകയാണ്. ഊളിയിട്ട് പോയപ്പോഴേക്കും ഇവർക്ക് ആ ബോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഭദ്രമായിട്ട് ലോക്ക്ഡ് ആയിരുന്നു. അതൊക്കെ പൊട്ടിക്കാനായിട്ട് വളരെയേറെ പാടുപെടേണ്ടി വരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസൊക്കെ ഇവർ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പൊട്ടിച്ചകത്ത് കയറുമ്പോഴേക്കും ഇതിന്റെ ലീഡറായിട്ടുള്ള നിക്കോയ്ക്ക് കാണാൻ പറ്റിയ 4 മൃതദേഹങ്ങൾ അതിന്റെ ഹാൾവേയിലൂടെ ഒഴുകി നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഈ സമയം എന്തോ ഭാഗ്യം കൊണ്ട് അപ്പുറത്തെ റൂമിലെ ടോയ്ലറ്റിൽ എയർ പോക്കറ്റുള്ള ഹാരിസൺ ഒക്കേനി അലേർട്ടായിയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഉറങ്ങിയായിരുന്നെങ്കിൽ, ക്ഷീണം കൊണ്ട് തളർന്നു പോയിരുന്നെങ്കിൽ, 2.5 ദിവസമായിരിക്കുന്നു, വെള്ളമോ ഭക്ഷണമോ കഴിച്ചിട്ടില്ല, ആകപ്പാടെ പേടിച്ചരണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഉറങ്ങിയോ ബോധം പോയിരിക്കുകയോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഹാരിസൺ ഒക്കേനി എന്തോ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഇവർ കഥക് പൊളിക്കുന്ന മെറ്റലിൽ തട്ടുന്ന ശബ്ദങ്ങളൊക്കെ ആയിരുന്നു. മാത്രമല്ല ബോട്ടിന്റെ അകത്ത് നിന്ന് ഇദ്ദേഹം ഒരു വെളിച്ചത്തിന്റെ നാമ്പ് കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ രക്ഷിക്കാൻ ആരോ വന്നിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ തോന്നലാണോ ഇത്? അദ്ദേഹം ആകപ്പാടൊരു ഡില്യൂഷൻ സ്റ്റേറ്റിലായിരുന്നു. അദ്ദേഹത്തിന് ബോധമൊക്കെ മറയുന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആകപ്പാടെ കാണുന്നതൊക്കെ റിയാലിറ്റി ആണോ എന്ന് പോലും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹാരിസൺ ബോട്ടിന്റെ ഭിത്തിയിൽ ശക്തമായിട്ടൊക്കെ ഇടിക്കുന്നുണ്ട് അവരെ അലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ യാതൊരുവിധ രക്ഷയില്ല. ഒരു ഡൈവർ ഹാരിസൺ നിൽക്കുന്ന ടോയ്ലറ്റിന്റെ സൈഡിലുള്ള ആ ഒരു ഹാൾവേയിലൂടെ പാസ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അപ്പോഴും അവർ ആ ഒരു എയർ പോക്കറ്റിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാരിസൺ അത്രയും അവശനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും റിസ്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് ഹാരിസൺ ഒന്നാലോചിക്കുക, അത് ആ ഒരു മനുഷ്യന്റെ കോൺഫിഡൻസോ എന്താ വിളിക്കണമെന്ന് അറിയത്തില്ല. മുങ്ങി അങ്ങോട്ട് പോവുകയാണ്, മുങ്ങാങ്കുഴിയിട്ട് പോവുകയാണ്. ഈ ഡൈവറിന്റെ അടുത്തേക്ക് പോയായിരുന്നു. ആ ഒരു ഡൈവർ നിക്കോ ആയിരുന്നു. നിക്കോ എന്താ വിചാരിക്കുന്നത്, നേരത്തെ 4-5 മൃതദേഹങ്ങൾ കൊണ്ട് മറ്റൊരു മൃതദേഹം ഒഴുകി വരികയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഹാരിസൺ ഒക്കേനി അടുത്തേക്ക് വന്നിട്ട് നിക്കോയുടെ കൈപ്പത്തിൽ കയറി ഇങ്ങനെ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ക്യാമറയിലൂടെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി, മുകളിലുള്ള കോൾബി ഉണ്ടല്ലോ സൂപ്പർവൈസർ കപ്പലിലിരിക്കുന്നത്, കോൾബി ക്യാമറയിലൂടെ ഇതെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൾബി ഉടനെ അലറുകയാണ്, ഹീസ് അലൈവ് എന്ന്. എല്ലാ ഡൈവേഴ്സും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കയ്യെ പ്രസ് ചെയ്ത് ഉടൻ തന്നെ ഹാരിസൺ ഒക്കേനി ഊളിയിട്ട് തന്റെ ആ ഒരു എയർ പോക്കറ്റിൽ അങ്ങോട്ട് പോവുകയാണ്. ആ ഒരു മനുഷ്യന്റെ ധൈര്യം സമ്മതിക്കണം. ഇത്രയും അവശനായിട്ടുള്ള അവസ്ഥയിലും 2.5 ദിവസമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ടീം അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്ത് അദ്ദേഹം ഹാരിസൺ ഒക്കേനി താൻ നിന്ന എയർ ചാമ്പറും എയർ പോക്കറ്റും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. മുകളിലെ ഷിപ്പുമായിട്ട് സൂപ്പർവൈസറുമായിട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ സൂപ്പർവൈസർ പെട്ടെന്ന് റെസ്ക്യൂ ടീമിനെയും മെഡിക്കൽ ടീമിനെയും ഒക്കെ വിവരം അറിയിക്കുകയാണ്. ഹെലികോപ്റ്റർ സംവിധാനങ്ങളും എല്ലാം ഇങ്ങോട്ട് എമർജൻസി ആയിട്ട് എത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മളോർക്കും ഉടനടി തന്നെ ഹാരിസനെ അവർക്ക് അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്നല്ലേ. പക്ഷേ കഴിയില്ല. കാരണം കടലിന്റെ അടിയിൽ മറ്റൊരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു 100 അടി ആഴത്തിലാണ് അദ്ദേഹം ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ഭയങ്കരമായിട്ട് പ്രഷറൈസ്ഡ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിനെ ബാധിച്ചൊരു പ്രശ്നമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോയിസണിങ് അല്ലേ. അദ്ദേഹം ശ്വസിക്കുക, പുറത്തേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒരു പരിധിവരെ വെള്ളം ഒബ്സർവ് ചെയ്യുമെങ്കിൽ ബാക്കി ഉള്ളതെല്ലാം എയർ ചേമ്പറിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതാണ് അദ്ദേഹം വീണ്ടും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 5% കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അപകടമാണ്. അപ്പോൾ അത് കൂടുന്നതനുസരിച്ച് നമുക്ക് അപകടം കൂടി വരും അല്ലേ. ഈ ഒരു പ്രശ്നം ഹാരിസൺ ഒക്കേനിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഹാരിസൺ ഒക്കേനി ഇവർ കണ്ടെത്തുമ്പോഴേക്കും 60 മണിക്കൂറോളം പിന്നിട്ടിട്ടുണ്ടായിരുന്നു. 3-ാം ദിവസമായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഹാരിസനെ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ പല പ്രശ്നം. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ബോഡി പ്രഷറൈസ്ഡ് ആണ്. മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് പോയിസണിങ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് വലിയൊരു ഉള്ളൊരു പ്രശ്നമാണ് ബെൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇത്രയും പ്രഷറിലേക്ക് പോകുമ്പോഴേക്കും ആ ഒരു പ്രഷർ മൂലം നമ്മുടെ രക്തത്തിൽ നൈട്രജൻ ഗ്യാസ് ഒക്കെ അലിഞ്ഞു ചേരും. പക്ഷെ നമ്മൾ മുകളിലോട്ട് പോകുന്നതോറും പ്രഷർ കുറയുകയും ഈ നൈട്രജൻ ഗ്യാസ് നമ്മുടെ ബ്ലഡിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബ്ലഡിൽ ചെറിയ നൈട്രജൻ കുമിളകൾ രൂപപ്പെടും. അതിനെ ബെൻഡ് എന്നാണ് പറയുന്നത്. ഇത് ചെറുതായിട്ട് ഇച്ചിങ് മുതൽ, ചൊറിച്ചിൽ മുതൽ അല്ലെങ്കിൽ ചെറിയ
ഒരു മരവിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് മുതൽ നമ്മളെ ഹാർട്ട് അറ്റാക്കിലേക്കും മരണത്തിലേക്കും കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു സാധനമാണ് ഈ ബെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഉടനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ റെസ്ക്യൂ ടീം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ തന്നെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് ഓക്സിജൻ സിലിണ്ടറും മറ്റേ സ്കൂബ ഡൈവിംഗ് ഹെൽമെറ്റും വെച്ച് കൊടുത്ത് 2.5 മണിക്കൂറോളം അവിടെ തന്നെ ഇരുത്തി ഈ ഒരു പ്യുവർ ഓക്സിജൻ ശ്വസിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഹാരിസൺ അവർ നിർദ്ദേശം കൊടുക്കുകയാണ്, ഊളിയിട്ട് താഴത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ഹാരിസൺ സമ്മതിക്കുകയാണ്. ഇത്രയും വലിയ യാതനകൾ ഫേസ് ചെയ്തു, ഇത്രയും വലിയ ഡേഞ്ചർ ഫേസ് ചെയ്തു. ആ മനുഷ്യനെ ഓക്സിജൻ മാസ്ക് വെച്ച് മുങ്ങാങ്കുഴി ഇടുന്നത് അത്രയും അവസ്ഥയിൽ പോലും പേടി ഉളവാക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. അങ്ങനെ ഹാരിസൺ അവിടുന്ന് മുങ്ങാങ്കുഴിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇവരുടെ ഒപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് എല്ലാം സെറ്റാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ ബെൻഡ് എന്ന് പറയുന്ന അവസ്ഥ അവിടെ രൂപപ്പെടും. ഇത്രയും ദിവസം ഹൈ പ്രഷറൈസേഷനിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് നൈട്രജൻ ഗ്യാസ് ഒക്കെ ഒരുപക്ഷെ ശരീരത്തിൽ അലിഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ പെട്ടെന്ന് കുമിളകളായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പൊടുന്നനെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഈ റെസ്ക്യൂ ടീം ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുണ്ടായിരുന്ന സൂപ്പർവൈസർ കോബി ഒരു ഡൈവിംഗ് ബെല്ല് വർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡൈവിംഗ് ബെല്ല് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി ആ ഡൈവിംഗ് ബെല്ലിൻ്റെ അകത്തിരുത്തിയാണ് ഹാരിസണെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. മുകളിലെത്തിച്ചപ്പോഴേക്കും ഹാരിസൺ അവരോട് ചോദിച്ചത്, ഞാൻ മുങ്ങിയിട്ട് ഏകദേശം 12 മണിക്കൂർ ആയിട്ടുണ്ടാകുമല്ലേ എന്നാണ്. അദ്ദേഹത്തിന് ആ ഒരു ചിന്തയാണുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നില്ല. ടൈം കംപ്ലീറ്റ് ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. അദ്ദേഹത്തിന് സ്ഥലകാല ബോധമില്ലാതായി പോയി. ആകപ്പാടെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചും മറ്റൊരുപാട് പ്രശ്നങ്ങൾ മൂലം അവസ്ഥകൾ മൂലം ഒരു ഡില്യൂഷൻ അവസ്ഥയിലായിരുന്നു, ഒരു മായക്കാഴ്ച കാണുന്ന ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും റെസ്ക്യൂ ടീം ഉടനെ തന്നെ അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് ആക്കിയാണ്. ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ഒരു 2 ദിവസത്തോളം ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഡീകംപ്രഷൻ ചേംബറിലായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി നല്ല പ്രഷറൈസ്ഡ് ആയിരുന്നല്ലോ ഇത്രയും നാള്. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഒത്തുപോകാനായിട്ട് അതിനെ ഡീകംപ്രസ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ബോഡിയെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ടില്ല. അതിന് വേണ്ടിയിട്ട് 2 ദിവസം ഹാരിസൺ ഒക്കേനിയെ ഡീകംപ്രഷൻ ചേംബറിൽ വെച്ചിട്ടായിരുന്നു ട്രീറ്റ്മെന്റുകളും മറ്റ് ഗ്ലൂക്കോസുകളും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം പിന്നീട് ഒരിക്കലും കടലിലേക്ക് പോയിട്ടില്ല. അദ്ദേഹം ഇന്റർവ്യൂ പറഞ്ഞതാണ്, ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എന്നെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കടലിലേക്ക് തിരികെ പോകത്തില്ല എന്ന്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടു അല്ലേ. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 11 പേരും മരണപ്പെട്ടു. വളരെ ദാരുണമായിട്ടുള്ള മരണമായിരുന്നു അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഹാരിസൺ ഒക്കേനിയുടെ ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിന് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും രാത്രിയിൽ പേടിച്ച് ഞെട്ടി എഴുന്നേക്കുന്ന, അതായത് പാനിക് അറ്റാക്കുകളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ദുസ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി എഴുന്നേക്കുന്ന പല അവസരങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത് താൻ ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലാണ്, സഹായത്തിന് വേണ്ടി കേഴുകയാണ്, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞു കിടന്ന് ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുമെന്നാണ്. അത് ആ ഒരു മനുഷ്യൻ അനുഭവിച്ചതിൻ്റെ നമുക്കൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുകയല്ലേ. നമ്മളൊക്കെ എത്ര സുഖവാന്മാരാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു ചാള നമ്മൾ കഴിക്കാറുണ്ടല്ലേ. ഒരു ചാളയ്ക്ക് വലിയ വിലയൊന്നുമില്ല, നമ്മൾ ഭൂരിഭാഗം പേരും ദിവസവും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. പക്ഷേ ഈ ഒരു ചാള നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും, കടയിൽ പോയി മേടിച്ചാൽ പോരെ, മീൻകാരൻ കൊണ്ടുവരും മേടിച്ചാൽ പോരെ എന്നല്ലേ. പക്ഷേ ഇത് കരയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ പണയപ്പെടുത്തി അവരുടെ ധൈര്യം മാത്രം കൈമുതലാക്കി തിരമാലകളെ കീറി മുറിച്ച് മുന്നേറി ആഴക്കടലിൽ പോയിട്ടാണ് നമ്മൾ കഴിക്കുന്ന ചാള പോലും, ആ ഒരു അധികം നമ്മൾ ലോക്കലായിട്ട് കാണുന്ന ചാള പോലും കഴിക്കണമെങ്കിൽ അവരുടെ ധൈര്യത്തിൻ്റെ ആ ഒരു പ്രതിഫലമാണ് നമ്മൾ കഴിക്കുന്നത്. അതിനെത്ര വില കൊടുത്താലാ മതിയാകുക അല്ലേ. അതാണ് കടലിലെ ജീവിതം. മറ്റൊന്നാണ്, അത് ധൈര്യമുള്ളവന് മാത്രമേ പറ്റത്തുള്ളൂ. വലിയ ആഡംബര കപ്പലിൽ ടൂർ പോണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ഇതുപോലുള്ള ബോട്ടുകളിൽ, മത്സ്യബന്ധന ബോട്ടുകളിലൊക്കെ പോണത് വളരെ വലിയ ടാസ്ക്കാണ്. അങ്ങനെ ചെയ്യുന്നവരോട് അത്രത്തോളം ബഹുമാനം മാത്രമാണുള്ളത് കടലിലെ മക്കളോട്. അപ്പോൾ എന്തായാലും ഹാരിസൺ ഒക്കേനിയുടെ കഥ ഇതാണ്. ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് പേഷ്യൻ മോഡൽ സൈനിങ് ഔട്ട്.